വിശ്വാസപൂർവം ഇസ്സത്ത്, ഹിദ്മത്ത്, മഹബത്ത് ആമുഖം തന്നെ നമ്മെ വല്ലാതെ പിടിച്ചിരുത്തും. ഏറ്റവും മികച്ച കാലം എൻ്റേതാണ്, അതിനുശേഷം എന്നോട് ഏറ്റവും അടുത്ത കാലവും എന്നർത്ഥം വരുന്ന പ്രവാചക വചനം ഉസ്താദ് തൻ്റെ പ്രസംഗങ്ങളിൽ നിരന്തരമായി ഉദ്ധരിക്കുന്ന ഒന്നാണ്. ആ മികച്ച കാലത്തേക്ക് കണ്ണും നട്ടിരിക്കുന്നവരാണ് വിശ്വാസികളായ മുസ്ലിമീങ്ങൾ. 7-ാം നൂറ്റാണ്ടിലെ മദീനയാണ് അവരുടെ റഫറൻസ് പോയിന്റ്. അവിടേക്കൊന്ന് പിന്തിരിഞ്ഞു നോക്കിയിട്ടേ അവർ മുന്നോട്ട് പോവുകയുള്ളൂ. ആ നോട്ടത്തിലൂടെയാണ് ആത്മാവിനെ പരിപാലിക്കാനുള്ള സാങ്കേതിക വിദ്യകളെ, ടെക്നോളജീസ് ഓഫ് സെൽഫ് അവർ കണ്ടെടുക്കുന്നത്. ആ കണ്ടെടുപ്പിൻ്റെ നിരന്തരമായ വീണ്ടെടുക്കലിലൂടെയാണവർ യാഥാസ്ഥികരായി തുടരുന്നത്. അങ്ങനെയാണവർ ഭൂതകാലത്തെ കൈയൊഴിയാതെ കൂടെ കൊണ്ടു നടക്കുന്നത്. ഉപേക്ഷിക്കേണ്ട ഒരു ഭാരമല്ല, പ്രത്യുത മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ജൈവികാവസ്ഥ, ഫിത്രത്ത്. അതാണ് ഭൂതകാലം. ആ ജൈവികാവസ്ഥയാണ് ഒരു സമുദായം എന്ന നിലയിൽ മുസ്ലിമീങ്ങളെ പ്രതീക്ഷാ നിർഭരരാക്കുന്നത്. ബാബരി മസ്ജിദ് തകർത്തിയെടുത്ത് രാമക്ഷേത്രം പണിയുകയും മറ്റനേകം മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെ ഹിന്ദുത്വവാദികൾ അതിക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്ത ഘട്ടത്തിൽ പലരും പറഞ്ഞു, ക്ഷമക്കും അതിരുണ്ട്, കാര്യങ്ങൾ കൈവിടും. പക്ഷേ കാന്തപുരം ഉസ്താദ് മുസ്ലിം സമുദായത്തോട് പ്രതീക്ഷാ നിർഭരമായൊരു ഭാഷയിൽ സംസാരിച്ചു. നിങ്ങൾ ഭൂതകാലത്തേക്ക് നോക്കൂ. മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം മുസ്ലിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. കഅബയുടെയും അഖ്സ പള്ളിയുടെയും ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. ആ ഭാഷ ലഭിക്കുന്നത് ഭൂതകാലത്തിൽ നിന്നാണ്. സഹായങ്ങൾക്ക്, കരുതലിന്, മുന്നോട്ടു പോക്കിന് എല്ലാം ഭൂതകാലത്തെ റിസോഴ്സുകളോട് സഹായം തേടുന്നവരാണവർ. ആ തേട്ടത്തിലേക്കുള്ള ഉപാധി എന്ന നിലക്കാണ് മുസ്ലിങ്ങൾക്ക് ഭൂതകാലം ആവശ്യമായി വരുന്നതും ആ ഭൂതകാലം അവരിൽ പ്രതിപ്രവർത്തിക്കുന്നതും. ആധുനിക ലോകം ചാർത്തിത്തന്ന യാഥാസ്ഥികൻ എന്ന പട്ടം അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് കാന്തപുരം ഉസ്താദിന്റെ വിശ്വാസപൂർവം തുടങ്ങുന്നത് തന്നെ.